അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സമരമുഖത്ത് തന്നെ ഉണ്ടാകും. അതിനെതിരിൽ നിങ്ങളെ സംഘടനയാണ് വരുന്നതെങ്കിൽ ആ സംഘടനക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എല്ലാ സ്ഥലത്തും എന്തിനാ കരച്ചിലേറങ്ങൾ? കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരതാ നമ്മളെ സംഘടന വേണ്ട സ്വർഗത്തിൽ കടക്കാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഇടങ്ങാറാണ് അവരെ കൊണ്ട്. അവരെ നിർത്തുന്നില്ല. ആൾക്കാരാണെങ്കിലും അത് കേട്ട് ഒരൊറ്റ കുട്ടിയും മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നില്ല. അതാ പണ്ട് നമ്മൾ കക്കൂസിലൊക്കെ വെള്ളമുള്ള പൊന്തൂല്ലതാവൂല, അത് അവിടെ തന്നെ റെഡിയായി ഇങ്ങനെ നിൽക്കുക. ഓലെ കുട്ടികളും മക്കളൊക്കെ ആയി ചേർന്നുണ്ടാവും. പുതിയ ആരും അതിലാരും വരുന്നില്ല. ഇതാകെ അടങ്ങാറായി. ഉള്ളോലെ തന്നെ രാജിച്ച് പോവാണ്. കാരണം മൗലാന കുഴിയാനാകാണ്. അപ്പൊ പിന്നെ എല്ലാവരും കൂടി പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര ബേജാറ്. ഞാൻ ഈ അടുത്ത് പേരോടിന്റെ പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും 1 മണിക്കൂർ പറയുന്ന വിഷയം എന്താ? നമ്മുടെ സംഘടന അത് തകർന്നു പോവാണ് മക്കളെ. ചിലർ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളാകെ 4 ആളല്ലേ ഉള്ളൂ. നിങ്ങളെന്തിനായി ഭയപ്പെടണ്? ഞങ്ങളങ്ങോട്ട് അവഗണിച്ചാ പോരെങ്ങൾക്ക്. ഇത് നിങ്ങളെയും കൊണ്ടേ പോകൂ. ഇതിന്റെ ഫലം ജനബലം അല്ല, ധനബലമല്ല, ഇത് ആത്മഫലമാണ്. നമുക്ക് അതിൽ കുറഞ്ഞ ചില കരച്ചിലുകൾ കേൾക്കാം. സംഘടനയ്ക്ക് വേണ്ടിയുള്ള ആർത്തുവിളികൾ. അതിന്റെ പേരിലാണ് ഉത്തരേന്ത്യക്കാരെയൊക്കെ ഒന്നിനും പറ്റാത്തവരാക്കി ചിത്രീകരിച്ചത്, ബംഗാളികൾക്കെതിരെ സംസാരിച്ചത്, ഉത്തരേന്ത്യയിലെ ആളുകളെ കുറിച്ച് പറഞ്ഞത് അവരൊക്കെ യതീമുകളാണ്, അനാഥരാണ്, അവർക്ക് ഫാത്തിഹ അറിയില്ല, അവർക്കൊന്നും അറിയില്ല. അറിയുന്ന വലിയ ഖോജരാജാവല്ലേ ഇയാള്. എന്താ അവസ്ഥ? ഒന്ന് കേട്ടോളൂ, നിങ്ങൾ പറയട്ടെ. സ്വർഗത്ത് കടക്കാൻ നമ്മളെ ചേക്കിന്റെ കൂടെ ഇങ്ങനെ നടന്നാ പോലും. എന്ത് ചേക്ക്? അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കക്ഷികൾ, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകെ. ഇത് നിങ്ങൾക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? സംഘടനയില്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഏതെങ്കിലും ദീനീ ചലനങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കേരളത്തിൽ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു ബർക്കത ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയ സ്ഥാപനം, കണ്യത്ത് ഉസ്താദ് നവറല്ലാഹു ബർക്കത പഠിച്ച സ്ഥാപനം, കണ്യത്ത് ഉസ്താദിൽ നിന്ന് മഹാനായ താജുൽ ഉലമ ഓതി പഠിച്ച സ്ഥാപനം, അതാണ് വാഴക്കാട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനം. അതിപ്പോൾ ആരുടെ കയ്യിലാണ്? അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ കയ്യിലാണ്. എങ്ങനെ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത്? അന്ന് നമുക്ക് സംഘടനാ ശക്തി ഉണ്ടായില്ല. എസ്എസ്എഫും എസ്വൈഎസും മുസ്ലിം ജമാഅത്തും ഒന്നും ഇല്ലാത്ത കാലത്ത് അതൊക്കെ ദീനിന്റെ ശത്രുക്കൾ കൈയടക്കി. മഹാനായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ശാദിലി തരീഖത്തിലെ ദിക്ർ ചൊല്ലുന്ന ശാദിലി റാത്തീബ് ചൊല്ലുന്നവരുണ്ട്. അതേ, അത് വലിയ മഹത്വമുള്ള റാത്തീബാണ്. നമ്മളൊക്കെ അതിന്റെ തെളിവൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസംഗിച്ചതാണ്. തെളിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചൊല്ലാൻ കൂടി ഉണ്ടാവില്ല. എന്താ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക്? നമ്മുടെ സംഘടന, ആ സംഘടന വേണ്ട എന്ന് പറയുന്ന ചില ചേക്ക് ദേഷ്യം പ്രകടിപ്പിക്കാണ്. ഷെയ്ഖ് എന്നൊന്നും പറഞ്ഞിട്ടാകണില്ല. അതുകൊണ്ട് തന്നെ സംഘടന ഇല്ലെങ്കിൽ ഇവിടെ ഇന്ന് കാണുന്ന ഒരു ദീനീ ചുറ്റുപാടും ഇവിടെ ഉണ്ടാവൂല. അല്ല മൊയ്ലിയാരെ, നിങ്ങളെ സംഘടനക്ക് എത്ര വയസ്സുണ്ട്? സമസ്തക്ക് എത്ര വയസ്സുണ്ട്? നിങ്ങളെ സമസ്ത 89 ഇങ്ങോട്ടുണ്ടായതല്ലേ. നിങ്ങൾ പറയുന്ന 100 കൊല്ലം നിങ്ങൾക്ക് സമ്മതിച്ചു തരിക. ഈ 100 കൊല്ലം മുമ്പ് ഇസ്ലാമിക ചലനങ്ങളൊന്നുമില്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഞാൻ ചോദിക്കട്ടെ, പൊന്നാനിയിലെ പള്ളി SSF ഉണ്ടാക്കിയതാ? SYS ഉണ്ടാക്കിയതാ? മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയതാ? തിരൂരങ്ങാടിയിലെ പള്ളി പോകട്ടെ, മഹാന്മാരായ സ്വഹാബികൾ കേരളത്തിൽ വന്നപ്പോ സ്വീകരിച്ചതാരാ? SSF രാ? നിങ്ങൾ ആലമുൽ അർബാന്ന് സ്വീകരിച്ചതാ? ഹൈന്ദവ സഹോദരങ്ങളല്ലേ സ്വീകരിച്ച്? അവരുണ്ടാക്കിയ വിപ്ലവമല്ലേ ഇത്?
അന്ന് മാലിക് ബിൻ ദീനാർ വന്നത് SYSന്റെ ജനറൽ സെക്രട്ടറി പദം ഏറ്റുവാങ്ങിയിട്ടാ. ബല കണക്കിന് ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളൊക്കെ ഉള്ള ഒരു സംഘടന, സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു പ്രസിഡന്റും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ജനറൽ സെക്രട്ടറി, ഇങ്ങനെ ഒരു സംഘടന ഉണ്ടോ? സംഘടനയാകാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, വൈലത്തൂരിൽ ബസ് ഇറങ്ങി വരുന്ന ആൾക്ക് ബാത്റൂമിൽ പോകണം, ഒരു കക്കൂസ് ഉണ്ടാക്കണം, അതിന് 4 ആൾ കൂടി ഒരു സംഘടന രൂപീകരിച്ചാൽ നമുക്ക് അതിനെതിരില്ല. ഇനി ഒരു മൗലവി പ്രസംഗിച്ച് അയാൾക്ക് മറുപടി പറയണം, ഒരു സംഘം വേണം, ഒരു സംഘം അതല്ലേ പറയുന്നത്. ഇത് മശായിഖിന്റെ സ്ഥാനത്ത് ഇവിടെ ഈ സംഘടന വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. 100 കൊല്ലം മുമ്പുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ലേ? പോട്ടെ, കേരള സമസ്ത കേരള അല്ലേ, കേരള എന്നാണല്ലോ, അല്ലെങ്കിൽ SSF എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ് ആണല്ലോ. ഖാജ തങ്ങളെ കൈപിടിച്ച് ഇസ്ലാമിലേക്ക് വന്നവരുടെ എണ്ണം എത്രയുള്ളൂ? 90 ലക്ഷം ആളുകൾ. ഇത് എണ്ണാൻ പോലെ SSF പേരുണ്ടോ? ഏർവാടിയിൽ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു, നാഗൂരിൽ ഷാഉൽ ഹമീദ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു, ഇവരുണ്ടാക്കിയ ഈ ഇന്ത്യ രാജ്യത്ത് സ്വഹാബികളും മശായിഖും ഉണ്ടാക്കിയ വിപ്ലവത്തിന്റെ ബാക്കിയല്ലടോ ഇത്. അവര് വിരിച്ചു തന്ന പായയിൽ കിടന്നിട്ട് നന്ദിയില്ലാതെ പറയുകയാണ് നമ്മുടെ സംഘടന ഇല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിക ചലനങ്ങളില്ല. നിങ്ങളുണ്ടാക്കിയ ചലനം എന്താ? നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞില്ലേ, ഉള്ള പള്ളി പൂട്ടിച്ച്. ഇതല്ലേ പങ്ങളുണ്ടാക്കിയ ചലനം. പിന്നെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ ബിദ്അത്തിലേക്ക് കൊണ്ടുപോയി. ഇതല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്? ഇവരുണ്ടാക്കിയ ചലനങ്ങളാണല്ലേ ഇതൊക്കെ. ഇത് ഞങ്ങൾ അംഗീകരിച്ചു തരണം എന്നാ പറയുന്നത്. അതിന് തൽക്കാലം ഞങ്ങളെ കിട്ടൂല. സംഘടന ആയിക്കോട്ടെ, പക്ഷെ ആ സംഘടന ഉപയോഗിച്ച് ഇവിടെ നടന്നു വരുന്നൊരു വഴിയുണ്ട്. അത് മശായിഖിന്റെ അഹ്ലാണ്. അതിനെതിരെ വിരൽ ചൂണ്ടിയാൽ ആ സംഘടനക്കെതിരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് എന്ത് സംഘടന വന്നില്ല? ഒന്നുകൂടി ആൾ പറയട്ടെ, കരച്ചിൽ ഇങ്ങനെ ഒരുപാടുണ്ടാവും, കുറഞ്ഞ് 1-2 കൂടി കേൾക്കാം. വിദ്യാർത്ഥികാരുണ്ട് പറയുന്നത് ഒരു വാദം എന്താ അറിയോ? സംഘടന എന്തിനാ? സ്വർഗത്തിൽ കിടക്കാൻ സംഘടന വേണോ? നമ്മളെ ഈ ശൈഖ് പോലെ. ഏത് ശൈഖ്? ഏത് ശൈഖ്? ആലിമീങ്ങളെ ചീത്ത പറഞ്ഞു നടക്കുന്ന ശൈഖ്, അവന്റെ പേര് ശൈഖ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞ കുയ്യാന. ഈ കക്ഷികൾ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് മദ്രസകൾ, അവിടെ ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങൾ, ചെറിയ മക്കൾക്ക് ഇൽമു കൃത്യമായി മദ്രസ പഠിപ്പിക്കുന്നു. ഇതില്ലാത്ത ഒരു നാട് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോ ധാരാളം വരുന്നു തൊഴിലെടുക്കാൻ വേണ്ടി. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ. പേരെന്താണ്? റഹ്മത്തുള്ള, സദഖത്തുള്ള, അതെ ഹബീബുർ റഹ്മാൻ, നിനക്ക് പേര്. മോനെ നിസ്കരിക്കാൻ അറിയോ? നിസ്കരിക്കാൻ അറിഞ്ഞൂടാ? ഐ ഡോണ്ട് നോ. ഒന്നു അറിയോ? ഒന്നും അറിയില്ല. അതെ അറിയില്ല. എന്താ ഇങ്ങനെ ആയിപ്പോയത്? സംഘടന ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായില്ല. അവിടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. അതേപോലെ നേരത്തെ നമ്മുടെ ഉലമാക്കൾ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. അതേപോലെ ഉള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, അവർക്ക് ഈമാനൊക്കെ ഉണ്ട്, പക്ഷേ നിസ്കാരമില്ല, wuduഇല്ല, കുടിക്കാൻ അറിയില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല. എന്താ സംഭവിച്ചത്? ഇവിടെ പ്രവർത്തിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഇല്ലാതെയായ ദിനങ്ങൾ അവരെല്ലാവരും ഐത്താമകളായി പോയി. അവരെല്ലാവരും അനാഥകളായി പോയി. അവർക്ക് എന്താ ചെങ്ങായിന്റെ അഹങ്കാരം നോക്കിങ്ങൾ. ആകെ കേരളം എന്ന് പറഞ്ഞ ചെറിയൊരു സാധനമല്ല. ഇന്ത്യ മഹാരാജ്യത്തെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം ഒരു ചെറിയൊരു സാധനം. വിശാലമായി കിടക്കുന്ന മറ്റു സ്റ്റേറ്റുകൾ മാത്രമല്ല, അറബ് ലോകം, മറ്റു ലോകങ്ങൾ, ഇതിലാകെ ഒരു 4 ആളുള്ള, 4 ആളെന്നെ ഉണ്ടോന്ന് അറിയില്ല, 3 1 കുറക്കേണ്ടി വരും.
ഇവരെ ഒരു സംഘടന ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടായത്. ഉത്തരേന്ത്യക്കാർക്ക് എന്തില്ല? കുളിക്കാൻ അറിയില്ല, പല്ല് തേക്കാൻ അറിയില്ല, ചെരുപ്പിടാൻ അറിയില്ല. എന്നിട്ട് എന്തേ ഇയ്യൊന്നാണ് പോകാഞ്ഞ്? എന്താ നിങ്ങളെ വിചാരം? ബംഗാളികൾക്കും ആ ബംഗാളിന്റെ വിവരം പോലും ഇല്ലാതായിപ്പോയി. നമ്മളവരെ അതിഥി തൊഴിലാളി എന്നൊക്കെയുള്ള പറയല്. അങ്ങനെയാണ് ഗവൺമെന്റ് ഒക്കെ ഉപയോഗിക്കും. ഇയാൾക്കെന്ത് മാന്യത? ഒരു സമൂഹത്തെ മുഴുവൻ ഒരു ചെറിയ കേരളം എന്നതിൽ അതിൽ ഇവര് മാത്രം ഇവര് മാത്രമല്ലേ ഉള്ളൂ. ഇവരെ മാത്രം കണ്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇവരെ സംഘടന കൊണ്ട്. സംഘടനയില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പേരോട് അയാൾ സുന്നി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസയിൽ പഠിച്ച ആളാ ആണോ? അയാൾ പഠിച്ച സിലബസ് ഏതാ? വൈലത്തൂർ തങ്ങൾ പാപ്പ വലിയ മക്കാമിലെത്തി. തങ്ങൾ പഠിച്ച സുന്നി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസയില. അങ്ങോട്ട് പോയാൽ വലിയ വലിയ ഖുത്വാബീങ്ങൾ, മഹാനായ സയ്യിദ് അലവി ഖുതുബുസ്സമാൻ റളിയല്ലാഹു അൻഹു, യാഹൂ തങ്ങളുപ്പാപ്പ, മഹാനായ ഉമർ ഖാദി മുഹമ്മദ് തങ്ങൾ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, മല പോലെയുള്ള വലിയ വലിയ ഔലിയാക്കന്മാർ. ഇതൊക്കെ നിങ്ങളുടെ 1.25 വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് പഠിച്ചതാണോ? എന്താണ് നീ പറയുന്നത്? അവർക്കൊന്നും കുളിക്കാൻ അറിയില്ലേ? അവർക്കൊന്നും പല്ല് തേക്കാൻ അറിയില്ലേ? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുക. ഉത്തരേന്ത്യയിലെ ആളുകളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആളെന്നെ പറഞ്ഞ ഉത്തരേന്ത്യക്കാർക്ക് ഈമാനുണ്ട്. കേരളത്തിലെ ഈ വ്യാജന്മാർക്ക് നഷ്ടപ്പെട്ടത് ഈമാനാണ്. മനസ്സിലായ ഞങ്ങൾക്ക്? ആരങ്ങളോട് പറഞ്ഞെന്ന് 4 അക്ഷരം പഠിക്കലാണ് ഹിദായത്തിന്റെ മാനദണ്ഡം? ചേകനൂര് ബാക്കവിയല്ലേ? അയാൾക്ക് ഹിദായത്തുണ്ടോ? KM മൗലവി ബാക്കവിയല്ലേ? MCC അബ്ദുറഹ്മാൻ മൗലവി ബാക്കവിയല്ലേ? അയാൾക്കൊക്കെ ഹിദായത്താ? 4 അറബി പഠിക്കലാണോ ഈ പറഞ്ഞ ഹിദായത്തിന്റെ മാനദണ്ഡം? ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. മഹബ്ബത്തില്ലാത്തവന് ഈമാനില്ല. ഉത്തരേന്ത്യക്കാർ അവർ ഭാഗ്യമുള്ളവരാണ്. ഖാജയെ സ്വീകരിച്ചവരാണവർ, ഖാജയെ ഇഷ്ടപ്പെട്ടവരാണവർ, അബ്ദുൽ ഖാദിർ ഷാഉൽ ഹമീദ് തങ്ങളെ ഇഷ്ടപ്പെട്ടവരാണവർ, ഉള്ളാൽ സയ്യിദ് മദനി തങ്ങളെ ഇഷ്ടപ്പെട്ടവരാണവർ, ഖുതുബുൽ ആലം സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു സിർറ അവരോട് മഹബ്ബത്തുള്ളവരാണവർ. ആ മഹബ്ബത്താണോ വിജയത്തിന്റെ മാനദണ്ഡം? എന്നിട്ട് അവർക്ക് ഇവനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. 2 അക്ഷരം ഭാഷ പഠിച്ചു, അത് തന്നെ തെറ്റില്ലാതെ വായിക്കാൻ അറിയില്ല. പക്ഷേ നിനക്ക് നഷ്ടപ്പെട്ടത് മഹബ്ബത്താണ്, ഈമാൻ തന്നെ ഇല്ല. ആരാ യതീം എന്നറിയോ? എടുക്കു നോക്ക് തസവുഫിന്റെ കിതാബ്. യതീം ആരെ കുറിച്ചാ പറയുന്നത്? റൂഹിന് വാപ്പല്ലാത്തവൻ, ശൈഖിനെ കിട്ടാത്തവൻ, മുറബ്ബിയായ ശൈഖിന്റെ കൈപിടിക്കാത്തവൻ. നിങ്ങളെ AP സമസ്ത മുഴുവനും ഐത്താമുകളാണോ? ഉത്തരേന്ത്യക്കാരെ ഐത്താമാക്കാൻ വന്നിരിക്കുകയാണ്. അവർക്കുണ്ട് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. ആ വഴിയിൽ ഇന്നും ആളുകളുണ്ട്. അവരോടുള്ള മഹബ്ബത്തിലാണ് അവരുള്ളത്. ലാ ഈമാന ലിമൻ ലാ ഇൽമ ലഹു എന്നല്ല, ഇൽമില്ലാത്തവന് ഈമാൻ ഇല്ല എന്നല്ല. അല്ലെങ്കിൽ എന്ത് ഇൽമ ഈ പറയണ്? ഇമ്മാ തറയിന്റെ അസിൽ വെച്ചതാ? എന്ത് ഇൽമാണോ ഈ സംസാരിക്കുന്നത്? ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? അത് മഅരിഫത്താകുന്ന ഇൽമാണ്. ആ ഇൽമുള്ള ഒരുത്തനുണ്ടെങ്കിൽ മുഷാവറയിൽ ഇറക്കി വിടി. സുലൈമാൻ മൂലരാണ് മാറ്റി വെച്ചാൽ ബാക്കിയുള്ളവർ വരട്ടെ. ആ മഅരിഫത്താകുന്ന ഇൽമ്, അതാ ഇൽമ്. ആ ഇൽമ് കിട്ടിയവരുണ്ടെങ്കിൽ വരട്ടെ. ആ ഇൽമിന്റെ വിഷയത്തിൽ നിങ്ങൾ 0 പോയിന്റിലാണ്. എന്നിട്ട് ഉത്തരേന്ത്യക്കാർക്ക് ദീനില്ല, അറിവുള്ള ഐത്താമ്, വലിയൊരു ഹോജ വന്നിരിക്കണം. അവർക്ക് ആവശ്യത്തിനൊക്കെ ഇൽമോടുണ്ട്. വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്, അതിന് സിലബസും ഉണ്ട്, ലോകതലത്തിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ 89 ഉണ്ടാക്കിയ ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇല്ലെങ്കിൽ ലോകത്ത് അറിവില്ല എന്നൊക്കെ ആരാ പറഞ്ഞതെന്ന്? ഇതാ പറഞ്ഞത് നേരത്തെ. ഈ മിന്നാമിനുങ്ങിന്റെ മാതിരിയാണ്. മിന്നാമിനുങ്ങിന്റെ ഒരു വെളിച്ചം ഉണ്ടാവുമല്ലോ,
അങ്ങനെ പോകുമ്പോൾ മിന്നാമനിങ് മനസ്സിലാക്കും ലോകത്ത് മുഴുവൻ വെളിച്ചമുള്ളത് എൻ്റെ കറാമത്ത് കൊണ്ടാണ്, എൻ്റെ വെളിച്ചം കൊണ്ടാണ് ഇതാണ്. മിന്നാമിനുങ്ങ എന്നുള്ള ബോധം പോലുമില്ല. ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളം ഏടക്കളിക്കുന്നു. മുൻഗാമികളെ തള്ളിയിട്ടെന്ത് ദീൻ. മുൻഗാമികളായ മഹാരഥന്മാർ 1500 കൊല്ലമായി ഇവിടെ ദീനുണ്ട്. ആകെ 100 കൊല്ലം പോലും പരിചയമല്ല നിന്റെ വിദ്യാഭ്യാസ ബോർഡിന്. നീ ഓതിയ മീസാൻ തമിഴ്നാട്ടുകാരുണ്ടാക്കിയതാ. അജ്നാസ്, സഞ്ചാൻ, കുറ്റ്യാടിയിൽ നിന്നുണ്ടാക്കിയല്ലത്. മനസ്സിലായോ? ഇതൊന്നുമില്ലാതെ അഹങ്കാരം പറഞ്ഞ് നടക്കുകയാണ്. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഉമ്മത്തിന്റെ അവസാനം വന്ന ആളുകൾ, ആദ്യകാലത്തുള്ള ആളുകളെ ലഅനത്ത് ചെയ്യുന്ന, ശപിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.